ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കുർത്തി ഡിസൈനിങ്ങാണ്. യോക്ക് പോർഷനിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് കാശ്മീരി ബോൾ സ്റ്റിച്ചാണ്. ഭയങ്കര ഈസിയാണ് ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നേവി ബ്ലൂ കളറിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇതേപോലത്തെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3.5 6 ഇഞ്ചസുമാണ് നെക്കിൻ്റെ വിഡ്ത്ത്. പിന്നെ താഴോട്ടൊരു ലൈൻ വരച്ചു, അത് 16 ഇഞ്ചസാണ്. എന്നിട്ട് ഞാനൊരു ചാർട്ട് പേപ്പറിൽ കട്ട് എടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 2 ഇഞ്ചസ് വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ പീസ് നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഈ രീതിയിൽ വേണം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ വരച്ചെടുത്തേക്കുവാണ്. ഇതെല്ലാം 2 ഇഞ്ചസ് വെച്ചിട്ടാണ്, ലെങ്ത്തും വിഡ്ത്തും എല്ലാം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കും. ഇനി നമ്മൾ അടുത്ത സ്ക്വയർ പീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് ഇനി 1 ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അടുത്ത സ്ക്വയർ പീസ് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഈ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ഈ സ്ക്വയർ വെച്ചിട്ട് തന്നെ വരച്ചേക്കുക. ഇവിടെ വന്നപ്പോൾ കണ്ട 1/2 പോർഷൻ മാത്രമേ വരച്ചെടുത്തിട്ടുള്ളൂ. നമ്മുടെ ആ യോക്കിൽ നിൽക്കുന്ന പോലെ ഒരു ബോക്സിൽ വെച്ചിട്ട് ഞാൻ 1/2 ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് വരച്ചെടുക്കുക. ചെയ്തിരിക്കുന്നത് ഓറഞ്ച് കളറും ഗ്രീൻ കളറുള്ള ത്രെഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിന് വേണ്ടി കാശ്മീരി ബോൾ സ്റ്റിച്ച്. അതിനുവേണ്ടി ഞാൻ ഒരു നീഡിലിൽ ഓറഞ്ച് കളർ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് നീഡിലെടുത്തിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോർണേഴ്സിലേക്ക് വേണം നമ്മൾ ആ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ചെയ്തെടുക്കാൻ. ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കോർണേഴ്സാണ് ആദ്യമേ ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻട്രൽ പോർഷനില്ലേ, അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ചെയ്തെടുക്കണം. ഉണ്ട്, ആ രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് പോകാം. നമ്മൾ വോവൻ വീൽ സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെയുള്ള സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണത്തിൻ്റെ മുകളിലാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ താഴെ, അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ അടിയിലൂടെ ഈ ത്രെഡ് നമ്മൾ എടുക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അടിയിലൂടെയാണ് എടുത്തത്, അപ്പോൾ നെക്സ്റ്റിൻ്റെ മുകളിലൂടെ, അങ്ങനെ നമ്മളിത് റൗണ്ട് ചെയ്ത് ചെയ്യുക. പിന്നെ ഇതിൻ്റെ താഴെ കൂടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചില്ലേ, അതിൻ്റെ ഒരു കറക്റ്റ് എൻഡല്ല, കുറച്ച് ഇങ്ങോട്ട് മാറി നമ്മൾ അവിടെ ഒരു ലോക്ക് ചെയ്യാൻ പോവാണ് ആദ്യം. അതിന് വേണ്ടി നമ്മൾ ത്രെഡ് നീഡിൽ ഇതുവഴി എടുത്തിട്ട് അതൊന്ന് ഫസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി വീണ്ടും നമ്മൾ നീഡിൽ ഇതുവഴി എടുത്തു, സെയിം ആദ്യം തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ എടുത്തേക്കണം. ഇനി ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെ അടിയിലൂടെ വേണം നമ്മളിനി ത്രെഡ് എടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അടിയിലൂടെ എടുത്തു. ഇനി നെക്സ്റ്റ് മറ്റേ ഭാഗമില്ലേ, ഇവിടുന്നും കൂടെ അടിയിലൂടെ എടുക്കുക. അടിയിലൂടെ എടുത്ത് ഇതേപോലെ തന്നെ റോൾ ചെയ്ത് എടുക്കുക. ഇങ്ങനെ നമ്മുടെ ഈ 4 ഭാഗമില്ലേ, 4 ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചസും ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഗ്രീൻ കളറുള്ള ത്രെഡാണ് ചെയ്യാൻ പോകുന്നത്, ആ ഷോർട്ടായിട്ടുള്ള ലോങ് സ്റ്റിച്ച്. ഇത് സെയിം മെത്തേഡ് തന്നെ ഗ്രീനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ കാണുന്ന ഇതിൻ്റെ നെക്കും താഴേക്ക് യോക്കുമാണ്. ഇനി നമുക്ക് ഈ ഓറഞ്ച് കളറിലെല്ലാം ഓരോ വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന സൈസ് എന്ന് പറയുന്നത് 6 ആണ്. അത് ഞാൻ നമ്മളെ സാധാരണ ത്രെഡ് നീഡിലില്ലേ ബീഡ്സൊക്കെ കോർക്കുന്നത്, അത് വെച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ കുർത്തി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.